ഇപ്പോൾ വലിയൊരു ചോദ്യം, എന്താ ഇപ്പോൾ രണ്ട് മുടി ഇതപ്പോൾ ദീന്, രണ്ട് മുടി കാണുമ്പോൾ ഇതിന് ദീനാണ് പോകും. അള്ള മനസ്സൊക്കെയല്ല നോക്കാൻ കേട്ടോ നിങ്ങൾ, അള്ള മനസ്സൊക്കെയല്ല നോക്കണത്. എന്താ ഇപ്പോൾ ഒരു ആൺകുട്ടികളൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആൺകുട്ടികളെ തോൾ പിടിച്ച് നടക്കുക, അള്ള മനസ്സൊക്കെയല്ല നോക്കണത്. ശരീരത്തിക്ക് എന്താണില്ലല്ലോ, അതായത് വേദം ഇങ്ങോട്ട് പറയാം. അങ്ങനത്തെ കാലമാണ്. അള്ളാഹു അക്ബർ ശരിയാവില്ല. അള്ളാഹു അക്ബർ എന്നുള്ളത് ശരിയാവണമെങ്കിൽ അള്ള പറഞ്ഞതൊക്കെ അനുസരിക്കണം. അള്ള പറഞ്ഞതുപോലെ ഏറ്റവും വലുതായി തോന്നണം. ആയിഷ ബീവി അൻസാരികളായ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ പോലെ അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന കാര്യത്തിൽ അൻസാരി പെണ്ണുങ്ങളെക്കാട്ടും നല്ലൊരു പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം? ബി ഹുമരിഹിന്നുണ്ടല്ലോ സൂറത്ത് നൂറില് 33-ാമത്തെ ആയത്താ, മുഖമക്കനെ ഇടട്ടെ എന്നുള്ള ആയത്തിറക്കി അള്ളാഹു തആല. ആണുങ്ങളത് പള്ളിക്കന്ന് കേട്ടു. ആ ആണുങ്ങൾ പോയിട്ട് പെരിയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോൾ പിറ്റേന്ന് തുണിഷാപ്പൊക്കെ പോകാനൊന്നും കാത്തുന്നില്ല. പെരിയുള്ള പുതപ്പുകൊണ്ടൊക്കെ മുഖമക്കൻ ഉണ്ടാക്കിയെന്നാണ്. അല്ലാതെ എന്താ ഇപ്പോൾ ഒരു മുഖമക്കനുമ്പൊക്കെ എന്താ കാര്യം? അല്ല മനസ്സൊക്കെയല്ലേ നോക്കാന്നൊന്നും ന്യായീകരിക്കാനൊന്നും നിന്നില്ല. ഇന്നത്തെ കാലഘട്ടം അതാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി, നിങ്ങളൊക്കെ അള്ളാൻ്റെ ഒരു പൊരുത്തം ആഗ്രഹിച്ച് വന്നവരാണ്. ഇങ്ങനത്തെ ഒക്കെ വാദങ്ങളുണ്ടെന്ന്, വളരെ ആകർഷണീയമായി തോന്നുന്ന പല ജാതി വാദങ്ങളുണ്ട്. വേറെ ചങ്ങായി നാൾ പറയാണ്, എവിടെയോ കിടക്കുന്നത് സ്വർഗത്തിന് വേണ്ടി ഇവിടെ നരകാക്കണമെന്ന്. നല്ല വാദമാണ് കേട്ടാൽ, നല്ല ആകർഷണീയമായ ആളെ മനസ്സിലായോ? ആളൊന്നും പറയണില്ല. നല്ല നല്ല വാദങ്ങളാണ്. എവിടെയോ ഒരു സ്വർഗം ഉണ്ടോയെന്നൊന്നും അറിയില്ല, അതിനിപ്പോൾ ഇവിടെ നരകാക്കണം. ഇവിടുത്തെ നരകം ഇതൊക്കെ തന്നെ. ഈ ചാക്കൊക്കെ ഇട്ട് ബുർഹൊക്കെ പാടിട്ട് ഇങ്ങനെ ചാക്കൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. ഇത് ഇടങ്ങാറാണ് പെണ്ണുങ്ങൾക്ക്. ആ ബുർഹട്ട നല്ല അലർജിയൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ഇടങ്ങാറായിട്ടാണ് ഉള്ളത്. എനിക്കറിയാം അങ്ങനത്തെ പെണ്ണുങ്ങളുടെ അറിവ് തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത് കേൾക്കുന്നത്. എവിടെയോ ഒരു സ്വർഗം ഉണ്ട് വെച്ചിട്ട് ഇവിടെയും കൂടി നരകാക്കണം.